വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആലുവയിൽ നിന്ന് കോഴിക്കോടിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു. ആ സമയത്ത് എനിക്ക് വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി. ഒരു 65 വയസ്സായ ഒരാൾ ആ ചേട്ടൻ എന്നെ മോശമായിട്ട് തൊട്ടു. എനിക്ക് എന്റെ മുമ്പിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സോ അല്ലെങ്കിൽ ഒരാൾ പോലും അപ്പുറം ഞെട്ടി ചെയ്തിട്ടില്ല. തൊട്ട സമയത്ത് തന്നെ ഞാൻ ആളുടെ കൈ കയറി പിടിച്ചിട്ട് ചോദിച്ചാൽ എന്താ പ്രശ്നം, എന്താ ചെയ്യുന്നത്, ദൂരേക്ക് മാറിയിരുന്നൂടെ. ആൾക്ക് അടുത്തുനിന്ന് നീങ്ങിയിരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്നുണ്ടായ പേടി അല്ലെ പുറത്താണ് ഞാൻ അപ്പം റിയാക്ട് ചെയ്തത്. പക്ഷെ എനിക്കത് ആകെ ടെൻഷനായി. കാരണം ആൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ ഇനി അങ്ങോട്ട് സേഫ് ആണോ എന്നുള്ളൊരു സാധനം എന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കും. ആ സമയത്താണ് ഞാൻ ഈ റെയിൽ മറ്റാത്ത ഒരു ആപ്പിന്റെ പണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അങ്ങനത്തെ ആപ്പുകൾ എന്റെ ഫോണിൽ ഉണ്ടാവാനും വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ഞാനത് ഡൗൺലോഡ് ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആപ്പ് സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്ത് ഞാൻ അതിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ കംപ്ലൈന്റ് കൊടുത്തു. 11:12 ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. ഇങ്ങനെ ഒരാൾ മിസ്ബിഹേവ് ചെയ്തു എന്നുള്ള രീതിയിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. 11:16 എന്നെ അവർ കോൾ ചെയ്തു. ഞാൻ ആ സമയത്ത് കുറ്റിപ്പുറം സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ടായിരുന്നു. തിരൂരിൽ നിന്ന് എന്നോട് പറഞ്ഞു തിരൂർ സ്റ്റേഷനിൽ പോലീസുകാർ കയറും എന്ന് പറഞ്ഞു. തിരൂരിൽ നിന്ന് പോലീസുകാർ കയറി സാർമാർ കയറിയിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നോട് അവിടെ ഇരുത്തി എന്നോട് എവിടെ ഇറങ്ങുന്നത്, നമ്മൾ കോഴിക്കോടാണ്. ഓക്കെ, എന്നാൽ ശരി, കോഴിക്കോട് വരെ ഞങ്ങളുണ്ട്, കോഴിക്കോട് നമുക്ക് കേസ് ബാക്കി ശരിയാക്കാം എന്നോട് പറഞ്ഞു. അവരെന്റെ കൂടെ കയറി കോഴിക്കോട് വരെ ഉണ്ടായിരുന്നു. അതിനിടയിൽ താനിരുന്ന സാർമാർ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് എത്തുന്നവരെ എനിക്ക് പല നമ്പറിൽ നിന്ന് പല ഓഫീസേഴ്സ് വിളിച്ചുകൊണ്ടേയിരിക്കും. സേഫ് അല്ലേ, പ്രശ്നമില്ലല്ലോ, കൂടെ സാറുമാരില്ലേ, പേടിക്കണ്ടാട്ടോ, ഒന്നുമില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ട്, കോഴിക്കോട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവട്ടോ എന്ന് പറഞ്ഞ് ഇവരെന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സ്ഥിരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അവരോടാണ് ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും ഇങ്ങനെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മുമ്പത്തെ ആൾ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുന്നത്തെ ഒരാൾ റിയാക്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്യണ്ട. ഒരു മനുഷ്യൻ ചിലപ്പോൾ ആ സമയത്ത് റിയാക്ട് ചെയ്തൊന്നും വരില്ല. ട്രെയിനോ ബസ്സോ എന്നല്ല, എവിടെ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ റിയാക്ട് ചെയ്യണം. വേറെ ആരും റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ട് ഒരു കാര്യം ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കത് ഭാവിയിൽ വളരെ യൂസ്ഫുൾ ആവും.